സോൾജിയർ 11 രക്ഷിച്ച പ്ലെയർ 246 ജീവൻ തിരിച്ചു കിട്ടുന്നു. പ്ലേയിങ് ഏരിയയിൽ ഗെയിം ആരംഭിക്കുകയാണ്. 30 മിനിറ്റാണ് റെഡ് ടീമിന് മറ്റ് പ്ലെയേഴ്സിനെ കൊല്ലുവാനുള്ള സമയപരിധി. ബ്ലൂ ടീമിലെ പ്ലെയേഴ്സ് ചിലർ ഒറ്റയ്ക്കും മറ്റു ചിലർ കൂട്ടമായും എക്സിറ്റ് ഡോർ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഓരോരുത്തർക്കും കിട്ടിയ കീ എല്ലാ ഡോറിനും പറ്റിയതായിരുന്നില്ല. ഹ്യുൻജു കീയുടെ ഒരു പാറ്റേൺ കണ്ടുപിടിക്കുകയാണ്. 3 തരത്തിലുള്ള കീകളാണുള്ളത്. ഒന്ന് ട്രയാങ്കിൾ, മറ്റൊന്ന് സർക്കിൾ, അവസാനത്തേത് സ്ക്വയർ. പ്ലെയർ നമ്പർ 120യുടെ കൂടെയുള്ള 222ഉം 149ഉം മറ്റ് 2 തരത്തിലുള്ള കീകൾ ഉള്ളവരായിരുന്നു. അതിനാൽ അവർ ഒന്നിച്ചു മുന്നേറാൻ തീരുമാനിക്കുന്നു. മറ്റു 2 പേർ തങ്ങളുടെ കീകൾ ഹ്യുൻജുവിന് കൈമാറുകയാണ്. തൻ്റെ മുന്നിൽ കിട്ടിയ പ്ലെയർ 388നെ സിയോങ് ചേസ് ചെയ്യുന്നു, പക്ഷേ നഷ്ടമാകുന്നു. എന്നാൽ കയ്യിൽ കിട്ടിയ 197നെ സിയോങ് കൊല്ലാതെ വിടുന്നുമുണ്ട്. ലീയും നാംഗ്യുയും ചേർന്ന് ഒരുമിച്ച് ഒരാളെ കൊല്ലുന്നുണ്ട്. തങ്ങളെ കൊല്ലാൻ ശ്രമിച്ച റെഡ് ടീമിലെ ഒരാളെ ഹ്യുൻജു കൊല്ലുകയാണ്. ബ്ലൂ ടീമിലെ ഒരാൾ തൻ്റെ കൂടെ കളിക്കുകയായിരുന്ന ആളെ ചതിച്ച് രക്ഷപ്പെടുന്നതായും നമുക്ക് കാണാം. ലീയും നാംഗ്യുയും ചേർന്ന് രണ്ടാമത്തെ ആളെയും വകവരുത്തി. ഇപ്പോൾ അവർ 2 പേരും സേഫായി. എന്നാൽ നാംഗ്യു തൻ്റെ പുതിയ പ്ലാൻ ലീനോട് പറയുകയാണ്. ബ്ലൂ ടീമിലെ കളിക്കാരെ കൊല്ലുന്നത് നിർത്തരുതെന്നും, കാരണം കൂടുതൽ കളിക്കാരെ നമ്മൾ 2 പേരും ചേർന്ന് കൊന്നാൽ ബാക്കി റെഡ് പ്ലെയേഴ്സിന് കൊല്ലാൻ ആളെ കിട്ടാതെ വരും. അപ്പോൾ കൂടുതൽ ആളുകൾ മത്സരത്തിൽ നിന്ന് എലിമിനേറ്റ് ആകും, പ്രൈസ് മണിയും കൂടും. മറുഭാഗത്ത് തനിക്ക് കിട്ടിയ രണ്ടാമത്തെ ബ്ലൂ പ്ലെയറെയും സിയോങ് വെറുതെ വിടുകയാണ്. കാലു ഫ്രാക്ചറായ ജുൻഹിയുടെ കാര്യത്തിൽ കൂടിയുള്ളവർക്ക് തീരുമാനമെടുക്കാനാകുന്നില്ല. അതേസമയം അവരുടെ വാട്ടർ ബ്രേക്ക് ആകുന്നതായും കാണാം. അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. സേഫാകാനുള്ള സുവർണാവസരം പ്ലെയർ 7 നഷ്ടപ്പെടുത്തുന്നുണ്ട്. 23 ആണ് ആ അവസരം ഉപയോഗിക്കുന്നത്. പ്ലെയർ 140യും ഹ്യുൻജുവും ചേർന്ന് ജുൻഹിയുടെ കുട്ടിയെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു. സിയോണിനെ വിശ്വസിച്ച് കൂടെ വന്ന 4 പേരും വൻ അപകടത്തിൽപ്പെടുകയാണ്. സിയോണാകട്ടെ അവരെ ചതിച്ച് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. കളി മാറ്റിക്കളിക്കാൻ തീരുമാനിച്ച ലീയും നാംഗ്യുയും ചേർന്നാണ് ബാക്കി 4 പേരെ കൊല്ലുന്നത്. എന്നാൽ സിയോൺ ചെന്നു കയറുന്നത് നമ്മുടെ സിയോങ്ങിൻ്റെ മുമ്പിലേക്കാണ്. വഴിയിൽ കണ്ട ഡീഹോനെ പറ്റി സിയോൺ സിയോങ്ങിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വേഗം ചെന്ന് റിവഞ്ച് എടുക്കാൻ സിയോങ്ങിനെ കൺവിൻസ് ചെയ്യിക്കുന്നു. തൻ്റെ 3ാമത്തെ ഇരയെയും വെറുതെ വിട്ട സിയോങ് ഡീഹോൻ്റെ ചോരപ്പാടുകൾ നോക്കി പോകുന്നു. സിയോൺ മറ്റൊരു ഡേഞ്ചറിനെ കൂടി അതിജീവിക്കുകയാണ്. മത്സരത്തിൽ ബ്ലൂ ടീം ജയിക്കാനുള്ള അൾട്ടിമേറ്റ് എക്സിറ്റ് ഡോറിൻ്റെ മുന്നിൽ അവർ എത്തുന്നു. പക്ഷേ ഒരു ടൈപ്പ് കീ മാത്രമായിരുന്നു അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. പ്ലെയർ 100നെ ഒരുമിച്ച് കൂട്ടി സിയോൺ മറ്റ് 2 കീകൾ കൂടി കൈക്കലാക്കുന്നു. അതേസമയം ജുൻഹി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയാണ്. റെഡ് ടീമിലെ ഒരാളെ വകവരുത്തിയ ഹ്യുൻജു മറ്റൊരു എക്സിറ്റ് ഡോർ കണ്ടുപിടിക്കുകയാണ്. മറ്റു 2 പേരെ കൂടി സന്തോഷവാർത്ത അറിയിക്കാൻ എത്തിയ ഹ്യുൻജുവിനെ 124 കൊല്ലുന്നത് ഈ എപ്പിസോഡിലെ ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻറ്റിൽ ഒന്നായിരുന്നു. സിയോണിനെ പ്ലെയർ 100 ചതിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. എക്സിറ്റ് ഡോർ തുറന്ന് പ്ലെയർ 100 സിയോണിനെ പുറത്തു നിർത്തി വാതിൽ ലോക്ക് ചെയ്യുന്നു. പിന്നാലെ റെഡ് ടീമിലെ 125 സിയോണിനെ കൊല്ലുകയാണ്. എക്സിറ്റ് ഡോറിൻ്റെ മുമ്പിൽ വച്ച് തൻ്റെ മകനെ അമ്മ കാണുന്നു. ജുൻഹിയെ കൊല്ലാൻ നീങ്ങിയ മകനെ അവർ തടയുന്നു. പകരം തന്നെ കൊല്ലാൻ അവർ ആവശ്യപ്പെടുകയാണ്. മറുഭാഗത്ത് സിയോങ്ങും 388ഉം തമ്മിൽ സർവൈവലിനായി പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നുണ്ട്. ഒടുവിൽ തൻ്റെ കൈകൊണ്ട് തന്നെ ശ്വാസം മുട്ടിച്ച് 388നെ സിയോങ് കൊല്ലുകയും ചെയ്യുന്നു. ജുൻഹിക്ക് നേരെ കത്തിയുമായി വീണ്ടും പാഞ്ഞെടുത്ത മകനെ 149 പിറകിൽ നിന്ന് കുത്തുകയാണ്. സ്വന്തം മകനെ ഗത്യന്തരമില്ലാതെയാണ് അവർ വിജയിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്. ഗെയിം ടൈം തീർന്നതിനാൽ പ്ലെയർ 7നെ ഗാർഡ്സ് ഷൂട്ട് ചെയ്തു. 388നെ കൊന്ന ശേഷം എല്ലാം എൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് സ്വയം മരിക്കാൻ സിയോങ് ഒരുങ്ങുകയാണ്. എന്നാൽ 2 ഗാർഡ്സ് വന്ന് അദ്ദേഹത്തെ ബോധരഹിതനാക്കുന്നു. ഇവിടെ എപ്പിസോഡ് 2 അവസാനിക്കുകയാണ്.